Hi children, good morning. How are you? സുഖമാണോ? നമ്മൾ ഫോർത്ത് ലെസൺ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? We are studying lesson 4. What is the name? Our government. അല്ലേ? അപ്പോൾ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ചെറിയൊരു അവലോകനം അല്ലെങ്കിൽ ചെറിയതായിട്ടൊരു വിശദീകരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതിൽ പാർലമെന്റ് എന്താണെന്നോ അതിൻ്റെ പ്രാധാന്യമൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? പാർലമെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ നിയമനിർമ്മാണ സഭ എന്ന് പറയും. ഇപ്പോൾ നമ്മുടെ പാർലമെന്റ് എന്ന് പറയുന്നത് ഈ നിയമനിർമ്മാണ സഭ നിലവിൽ വന്നത് 1950 ജനുവരി 26 അതുപോലെ തന്നെ പാർലമെന്റ് എന്ന് പറയുന്ന രാജ്യസഭയിലെയും ലോക്സഭയിലെയും ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ ജനപ്രതിനിധികളുടെ ലോക്സഭയും അതുപോലെ തന്നെ രാജ്യസഭയും ജനപ്രതിനിധികളുടെ ലോക്സഭ അതുപോലെ തന്നെ രാജ്യസഭ അതുപോലെ തന്നെ പ്രസിഡന്റ് ഇതെല്ലാം ചേരുന്നതാണ് പാർലമെന്റ് എന്ന് പറയുന്നത്. ഇത് നിയമനിർമ്മാണ സഭ നിലവിൽ വരുന്നത് 1950 ജനുവരി 26. അതേപോലെ തന്നെ ഈ പാർലമെന്റിന്റെ അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭയുടെ കീഴിലാണ് ഇതെല്ലാം വരുന്നത്. അപ്പോൾ ഇത് പ്രസിഡന്റിന്റെ ആണ് പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത്. അധീനത്തിലാണ് പാർലമെന്റ്. അതുപോലെ തന്നെ ലോ ആൻഡ് ഓർഡർ, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷന്, കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ബാങ്കിങ്, അതുപോലെ ഫോറിൻ അഫയേഴ്സ്, ഡിഫൻസ്, പ്രതിരോധം, ഇതെല്ലാം പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട ചുമതലകളിൽ വരുന്നതാണ്. അതേപോലെ തന്നെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഇതെല്ലാം കാര്യങ്ങളെല്ലാം സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളും അതുമായിട്ട് അനുബന്ധപ്പെട്ടതെല്ലാം പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വങ്ങളാണ്. അപ്പോൾ പാർലമെന്റിന്റെ തന്നെ പ്രധാനപ്പെട്ട 2 ഘടകങ്ങളാണ്, ഒന്ന് ലോക്സഭ, ഒന്ന് രാജ്യസഭ. സോ ടുഡേ let us study more about Lok Sabha and Rajya Sabha. അപ്പോൾ ഇന്ന് നമുക്ക് ലോക്സഭയും രാജ്യസഭയും എന്താണെന്ന് നോക്കാം അല്ലേ? സോ ഫസ്റ്റ് we can see രാജ്യസഭ കേട്ടോ. ഓക്കെ, RAJY രാജ്യസഭ. ഓക്കെ, അപ്പോൾ പാർലമെന്റിന്റെ they are the 2 houses of the parliament. അതിലെ അപ്പർ ഹൗസ് അഥവാ മേൽസഭ, മേൽഘടകം, അതാണ് രാജ്യസഭ. അപ്പൊ ഈ രാജ്യസഭ എന്ന് പറയുന്നതില് or the council of states has not more than 250 members അല്ലേ? അപ്പോൾ 250 members ആണ് പ്രധാനമായിട്ട് അതില്. ഇനി 250 not more than 250 members, and out of these 12 members are nominated by the president. ഇതിൽ തന്നെ 12 പേരെ പ്രസിഡന്റ് നാമനിർദ്ദേശം ചെയ്യുന്നതാണ്. നിങ്ങൾ കേട്ട് കാണും, നാമനിർദ്ദേശം ചെയ്യുന്ന ഇലക്ഷൻ സമയമൊക്കെ ആകുമ്പോൾ നാമനിർദ്ദേശ പട്ടിക സമർപ്പിക്കാൻ അവസാന തീയതി ഇത്ര വരെയാണെന്നൊക്കെ നിങ്ങൾ ന്യൂസുകളിലൊക്കെ കേട്ട് പരിചയിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ രാജ്യസഭ ഈസ് ദ അപ്പർ ഹൗസ് ഓഫ് ദ പാർലമെന്റ് ഓർ ഇറ്റ് ഈസ് ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. ഇതിൽ the members are not more than 250 and among these 12 members are elected by the is are nominated, elected not nominated, നാമനിർദ്ദേശം ചെയ്യുന്ന പ്രസിഡന്റ് ആണ്. ഇനി ആ 12 മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഇവര് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു, ഈ 12 മെമ്പേഴ്സിനെ പ്രസിഡന്റ് നാമനിർദ്ദേശം ചെയ്യുന്നത് എങ്ങനെയുള്ള ആളുകളായിരിക്കണം? they were expert or they are able in science, ശാസ്ത്രപരമായിട്ടോ അതുപോലെ തന്നെ ആർട്ട്, കലാപരമായിട്ടും ലിറ്ററേച്ചർ അല്ലേ, അതുപോലെ തന്നെ സോഷ്യൽ സർവീസ്, ഈ മേഖലകളിലൊക്കെ പ്രാവീണ്യം നേടിയ ആൾക്കാർ അല്ലെങ്കിൽ ഇതിലൊക്കെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരെയാണ് ഇങ്ങനെ 12 മെമ്പേഴ്സ് നോമിനേറ്റ് ചെയ്യുന്നത്. പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്ന 12 മെമ്പേഴ്സ് ഇങ്ങനെയുള്ള രീതികളിലൊക്കെ പ്രാവീണ്യമുള്ളവർ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളവർ, ഇങ്ങനെയുള്ള കഴിവുള്ള വ്യക്തികളാണ് അതിൽ വരുന്നത്. ഓക്കെ, ഇനി ഇറ്റ് ഈസ് എ പെർമനന്റ് ഹൗസ് ആൻഡ് ഇതിലെ മെമ്പേഴ്സിനെ ഇലക്ട് ചെയ്യുന്നത് 6 വർഷത്തേക്കാണ് അവരുടെ കാലാവധി. ദേ ആർ ഇലക്ടഡ് ഫോർ എ പീരീഡ് ഓഫ് 6 years. ഇപ്പൊ രാജ്യസഭ എന്ന് പറഞ്ഞാൽ പാർലമെന്റിന്റെ മേൽഘടകം അല്ലെങ്കിൽ മേൽസഭ അല്ലേ എന്ന് പറയുന്നത് അപ്പർ ഹൗസ് ഓഫ് ദ പാർലമെന്റ്, രാജ്യസഭ. അതിൽ ദേ ആർ നോട്ട് മോർ ദാൻ 250 മെമ്പേഴ്സ്. അതിൽ 12 മെമ്പേഴ്സിനെ തന്നെ പ്രസിഡന്റ് നാമനിർദ്ദേശം ചെയ്യുന്നതാണ്. ആൻഡ് ദീസ് 12 മെമ്പേഴ്സ്, ദ മെമ്പേഴ്സ് ആർ, ഇനി ഇതിൽ വരുന്ന മെമ്പേഴ്സ് they are able in science, art, literature or social service, ഇതിലൊക്കെ പ്രാവീണ്യം, ഇതിലൊക്കെ ഏബിൾഡ് ആയിട്ടുള്ളവരാണ് വരുന്നത്. ഓക്കെ, ഇനി രാജ്യസഭ ഈസ് എ പെർമനന്റ് ഹൗസ് and these members are elected by a period of 6 years.
ഇനി ഇതിന് ചില യോഗ്യതകളുണ്ട്. ചുമ്മാ കയറി നമുക്ക് രാജ്യസഭയിൽ അംഗങ്ങളാകാൻ സാധിക്കില്ല. അപ്പോൾ ഈ പാർലമെന്റിന്റെ മേൽസഭയാണ് നമ്മൾ രാജ്യസഭ എന്ന് പറയുന്നത്. അതിൽ നോട്ട് മോർ ദാൻ 250 മെമ്പേഴ്സ്. അപ്പോൾ ഓരോ സ്റ്റേറ്റിലെയും നിയമസഭയിൽ നിന്ന് നിയമസഭാ അംഗങ്ങളാണ് ഈ രാജ്യസഭയിലേക്കുള്ളവരെ തിരഞ്ഞെടുക്കുന്നത്. ഇനി അപ്പോൾ രാജ്യസഭയിലെ അംഗങ്ങളെ നമ്മൾ ഡയറക്റ്റ് ജനങ്ങൾ ഡയറക്റ്റ് തിരഞ്ഞെടുക്കുന്നത് നിയമസഭയിൽ വരുന്നു. നിയമസഭാ അംഗങ്ങളിൽ നിന്നാണ് ഇവർ രാജ്യസഭയിലേക്ക് അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ അതിന് 6 വർഷത്തേക്കാണ് അവരുടെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷമാണ്. അതേപോലെ തന്നെ ഇഫ് എ പേഴ്സൺ ഈസ് എലിജിബിൾ ടു ഇലക്ടഡ് ആസ് എ മെമ്പർ ഓഫ് രാജ്യസഭ മസ്റ്റ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഇപ്പം നമ്മുടെ രാജ്യസഭയിലേക്ക് ഇലക്ട് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ, തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ മസ്റ്റ് ബി എ that person must be a citizen of India. And you know citizen എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ജനിച്ചു വളർന്ന ഒരു പൗരനായിരിക്കണം. വി ആർ ഓൾസോ സിറ്റിസൺസ് അല്ലേ, നമ്മൾ ഇന്ത്യയിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 30 വർഷമെങ്കിലും ആയിട്ട് ഇവിടെ താമസിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. അതുപോലെ തന്നെ ഈ രാജ്യസഭയുടെ ചെയർമാൻ എന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റ്. സോ വൈസ് പ്രസിഡന്റ് ഈസ് ദ ചെയർമാൻ ഓഫ് രാജ്യസഭ. അപ്പോൾ ആൻഡ് പ്രിസൈഡ്സ് ഓവർ മീറ്റിംഗ്സ്. രാജ്യസഭ മീറ്റിംഗിൽ വൈസ് പ്രസിഡന്റ് അധ്യക്ഷതയിലാണ് നടക്കുന്നത്. ആൻഡ് ഡു യു നോ ഹു ഈസ് അവർ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി ആരാന്നറിയാമോ? എം വെങ്കയ്യ നായിഡു. ഇപ്പോൾ പ്രസിഡന്റ് അദ്ദേഹമാണ് വൈസ് പ്രസിഡന്റ്. ഇന്ത്യയിലെ വൈസ് പ്രസിഡന്റ് ആണ് എം വെങ്കയ്യ നായിഡു. പ്രസിഡന്റ് ആരാ? ശ്രീ രാംനാഥ് കോവിന്ദ്. അപ്പോൾ രാജ്യസഭ ഇറ്റ് ഈസ് ഓൾവേസ് ആൻഡ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് ഓൾവേസ് ദ ചെയർമാൻ ഓഫ് രാജ്യസഭ. അപ്പോൾ അതിൻ്റെ മീറ്റിങ്ങുകളൊക്കെ വൈസ് പ്രസിഡന്റ് ചെയർമാൻ ആയിട്ടുള്ളതാണ് രാജ്യസഭ. ഇനി ദി മെമ്പേഴ്സ് ഇലക്ടഡ് ഡെപ്യൂട്ടി ചെയർമാൻ. ഇപ്പോൾ ചെയർമാനായിട്ട് വരുന്നത് വൈസ് പ്രസിഡന്റ് ആണ്, ഉപരാഷ്ട്രപതിയാണ്. ഇപ്പം അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലെ കാര്യങ്ങൾ നടത്താനായിട്ട് അല്ലെങ്കിൽ മീറ്റിങ്ങുകളും മറ്റും കണ്ടക്ട് ചെയ്യുന്നത് ഡെപ്യൂട്ടി ചെയർമാൻ. ഓക്കെ, സോ മെമ്പേഴ്സ് ഈ രാജ്യസഭയിൽ നിന്ന് ഒരു ഡെപ്യൂട്ടി ചെയർമാൻ ഇലക്ട് ചെയ്യും. എന്തിനാ? ടു പ്രിസൈഡ് ഓവർ ദ മീറ്റിംഗ്സ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ വൈസ് പ്രസിഡന്റ്. ഓക്കെ, സോ ദ മെമ്പേഴ്സ് ഇലക്ട് എ ഡെപ്യൂട്ടി ചെയർമാൻ ടു പ്രിസൈഡ് ഇഫ് ദ ചെയർമാൻ ഈസ് ആബ്സെന്റ്. അപ്പോൾ വൈസ് പ്രസിഡന്റ് ചെയർമാൻ ആയിട്ടുള്ളതാണ് രാജ്യസഭ. അപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? രാജ്യസഭ ഈസ് ദ അപ്പർ ഹൗസ് ഓഫ് ദ പാർലമെന്റ് ആൻഡ് ഇറ്റ് മെമ്പേഴ്സ് ആർ നോട്ട് മോർ ദാൻ 250 മെമ്പേഴ്സ്. അപ്പോൾ നിയമസഭാ അംഗങ്ങളിൽ നിന്നാണ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അതിപ്പോൾ ഓരോ സ്റ്റേറ്റുകളിലെയും നിയമസഭാ അംഗങ്ങളിൽ നിന്നാണ് രാജ്യസഭാ അംഗങ്ങളായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതേപോലെ തന്നെ they are elected for a period of 6 years. ഇനി അതേപോലെ തന്നെ the persons should be a citizen of India for at least 30 years. Okay, ഇതൊക്കെയാണ് ഇതിന്റെ യോഗ്യതകൾ. ഇനി രാജ്യസഭ the vice president of India is always the chairman of Rajya Sabha. In the absence of vice president, the members elect a deputy chairman to preside over the meetings. അപ്പോൾ വൈസ് പ്രസിഡന്റ് ഇപ്പോൾ at present നമ്മുടെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് എം വെങ്കയ്യ നായിഡു ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം വാട്ട് ഡസ് ലോക്സഭ മീൻ അല്ലേ. ലോക്സഭ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലോവർ ഹൗസ് ഓഫ് ദ പാർലമെന്റ്. ഇനി നിങ്ങൾക്കറിയാം രാജ്യം മുഴുവനും നിങ്ങൾക്കറിയാം ഇലക്ഷൻ സമയത്ത് ഓരോ സ്റ്റേറ്റുകളിൽ നിന്നും അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റുകളിലും അതുപോലെ നിങ്ങൾക്കറിയാം ഓരോ നിയോജക മണ്ഡലങ്ങളുണ്ട് അല്ലേ. അതിലാണ് ജനപ്രതിനിധികൾ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അത് കേട്ട് കാണും നിയോജക മണ്ഡലങ്ങൾ എന്നൊക്കെ. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയും. നിയോജക മണ്ഡലങ്ങൾ ഇലക്ഷൻ സമയത്തൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഇലക്ഷനൊക്കെ കണ്ടിട്ടുണ്ടോ? അതിൻ്റെ പ്രചാരണം അല്ലേ. പല പാർട്ടികൾ അവരുടെ ചിഹ്നങ്ങൾ അവരുടെ മത്സരം ജാഥകൾ നിങ്ങളിപ്പോൾ അവരുടെ പൊസിഷൻസ് എന്തായാലും ഓരോരുത്തർ ഇങ്ങനെ ലീഡേഴ്സിൻ്റെയൊക്കെ ചിഹ്നങ്ങൾ അല്ലേ. ഓരോർക്കും ഓരോ സിമ്പലുണ്ട് അല്ലേ. നിങ്ങൾക്കറിയാം. അപ്പോൾ ഓരോ LDF UDF അങ്ങനെ പാർട്ടികളുണ്ട്. അവരിൽ നിന്ന് ഓരോരുത്തരൊക്കെ ജനപ്രതിനിധികളായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കും ഇലക്ഷൻ വഴിയായിട്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ലോക്സഭ ഈസ് ദ ലോവർ ഹൗസ് ഓഫ് ദ പാർലമെന്റ്. ഇനി ദ ഹോൾ കൺട്രി. അപ്പോൾ രാജ്യത്ത് മൊത്തമായിട്ട് പല നിയോജക മണ്ഡലങ്ങളുണ്ട്. ഏരിയാസ് കോൾഡ് കോൺസ്റ്റിറ്റ്യുവൻസീസ്. അപ്പോൾ ഓരോ സ്റ്റേറ്റുകളിലും
number of constituencies according to its population. അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ സംസ്ഥാനം ഏതാ? കേരള അല്ലേ? കേരള ഇസ് അവർ സ്റ്റേറ്റ്. അപ്പോൾ ഓരോ സ്റ്റേറ്റുകളിലും അതിൻ്റെ പോപ്പുലേഷൻ ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഏരിയകളുടെ എണ്ണം അനുസരിച്ച് കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ടാവും. അല്ലെങ്കിൽ നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം എല്ലാ സ്റ്റേറ്റിലും ഒരേപോലെ ആയിരിക്കില്ല. അപ്പോൾ ആ സ്റ്റേറ്റുകളിൽ ഓരോ അതിൻ്റെ പോപ്പുലേഷനൊക്കെ അനുസരിച്ചിരിക്കും അതിൻ്റെ എണ്ണം വരുന്നത്. ഇനി ദ മെമ്പേഴ്സ് ആർ ഇലക്ടഡ് ഫോർ എ പീരീഡ് ഓഫ് 5 years. അപ്പോൾ ഈ ലോക്സഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ജനപ്രതിനിധികൾ നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുന്നവരാണ്. ഇലക്ഷൻ വഴി നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുന്നവരാണ് ലോക്സഭയിലേക്ക് വരുന്നത്. സോ ലോക്സഭ മെമ്പേഴ്സ് ആർ ഇലക്ടഡ് ബൈ ദ പീപ്പിൾ ഡയറക്ട്ലി ഫ്രം their constituencies. ഓരോ നിയോജക മണ്ഡലങ്ങളിൽ നിന്നും ആളുകളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ്. ഇവരെ മത്സരിച്ച് അവരെ വിൻ ചെയ്യുമ്പോൾ ലോക്സഭാ അംഗങ്ങളായിട്ട് വരുന്നു. ഇനി ആൻഡ് ദേ ആർ ഇലക്ടഡ് ഫോർ എ പീരീഡ് ഓഫ് 5 years, 5 വർഷത്തേക്കാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ആരാണ് തിരഞ്ഞെടുക്കുകയൊക്കെ ചെയ്യുന്നത്? നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ? നിങ്ങൾക്കറിയാം. അപ്പോൾ വോട്ടിംഗ് ഏജ് എന്ന് പറയുന്നത് 18 years ആയവരാണ്. ഇപ്പോൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്ന് പറയുന്നത് എബവ് ദ ഏജ് ഓഫ് 18 അല്ലേ? 18 വയസ്സ് കഴിഞ്ഞവരാണ് ഇലക്ഷനിൽ പങ്കെടുക്കാൻ യോഗ്യത നേടുന്നത് അല്ലേ? ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള 18 വയസ്സ് കഴിഞ്ഞവർ, 18 വയസ്സായിട്ടുള്ളവർക്കാണ് ആ ഇലക്ഷനിൽ പങ്കെടുക്കാനുള്ള യോഗ്യത വരുന്നത്. ഇനി ഈ ലോക്സഭയിലേക്കുള്ള ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. എന്ന് പറഞ്ഞാൽ 18 വയസ്സായവർ, 18 വയസ്സാണ് വോട്ടിംഗ് പ്രായം എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞവർക്കാണ് ഇലക്ഷന് പങ്കെടുക്കാനുള്ള ആ പ്രായപരിധി എന്ന് പറയുന്നത്. ഇനി ലോക്സഭ മെമ്പേഴ്സ് എന്ന് പറയുന്നത് അറ്റ് പ്രസന്റ് there are 545 elected members and 2 members nominated by the president. അപ്പോൾ 545 മെമ്പേഴ്സ് ഉണ്ട്. അതുകൂടാതെ 2 മെമ്പേഴ്സ് പ്രസിഡന്റ് നാമനിർദ്ദേശം ചെയ്യുന്ന 2 പേരും കൂടെ ലോക്സഭാ അംഗങ്ങളിൽ വരുന്നുണ്ട്. ഇനി ടു ബി ഇലക്ടഡ് ടു ദ ലോക്സഭ, അപ്പോൾ ഈ ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ നാമനിർദ്ദേശം, അതായത് അതിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ അല്ലെങ്കിൽ ജനപ്രതിനിധി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടേണ്ട ആള് ഇറ്റ്സ് ടു ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. അപ്പോൾ 25 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്ന ഒരാളായിരിക്കണം. അതുപോലെ തന്നെ 25 വർഷമായിട്ടെങ്കിലും കുറഞ്ഞത് 25 വർഷമെങ്കിലും ഇവിടെ സ്ഥിരതാമസമാക്കിയിട്ടുള്ള ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അപ്പോൾ 18 വയസ്സ് കഴിഞ്ഞവർക്ക് ലോക്സഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കാം. ഈ തിരഞ്ഞെടുക്കാനായിട്ട് നിൽക്കുന്നവർ അല്ലെങ്കിൽ നോമിനീസ് അല്ലേ, നമ്മൾ ഇലക്ട് ചെയ്യപ്പെടുന്നവര് they should be a citizen at least and they should be a citizen of India at least 25 years അല്ലേ. രാജ്യസഭയിൽ നമ്മൾ പഠിച്ചു, ലോക്സഭയിൽ പഠിച്ചു അല്ലേ. അപ്പോൾ ലോക്സഭ മെമ്പേഴ്സ് ഇലക്ട് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് കോൾഡ് സ്പീക്കർ. അതുപോലെ തന്നെ നമ്മുടെ രാജ്യസഭയിൽ നമ്മൾ പറഞ്ഞു വൈസ് പ്രസിഡന്റിന്റെ അധീനതയിലാണ് അല്ലെങ്കിൽ ചെയർമാനായിട്ടുള്ളതാണ് രാജ്യസഭ. ഇവിടെ ലോക്സഭയിൽ വരുന്നത് മീറ്റിങ്ങുകളും മറ്റും പ്രിസൈഡിംഗ് ഓഫീസറായിട്ട് വരുന്നത് സ്പീക്കറാണ്. ഓക്കെ, സ്പീക്കർ. അതുപോലെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ട്. ഇപ്പോൾ ലോക്സഭയിലെ സ്പീക്കർ കണ്ടക്ട്സ് ദ പ്രൊസീഡിങ്സ് ഓഫ് ദ ലോക്സഭ. ഇപ്പോൾ ലോക്സഭ അതിൽ മീറ്റിങ്ങുകളും മറ്റും പ്രിസൈഡ് ഓവർ ചെയ്യുന്നത് സ്പീക്കറാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ. ഇപ്പോൾ ഇനി പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട 2 ഘടകങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്, രാജ്യസഭ ആൻഡ് ലോക്സഭ അല്ലേ. ലോക്സഭ അതിൽ പ്രധാനമായിട്ടും വരുന്നത് 545 ഇലക്ടഡ് മെമ്പേഴ്സ് ആണ്. അതുപോലെ തന്നെ 2 members nominated by the president. ഇനി ഈ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടണമെന്നുണ്ടെങ്കിൽ 1 person should be a citizen of India and he should be a citizen at least 25 years അല്ലേ. നമ്മളാണ് ഇവരെ തിരഞ്ഞെടുക്കുന്നത് ലോക്സഭാ മെമ്പേഴ്സിനെ. ആൻഡ് വി ഹാവ് ദ ഇനി എത്രയാണ് അതിൻ്റെ വോട്ടിംഗ് ഏജ് എന്ന് പറയുന്നത് 18 yearsനും അതുപോലെ അതിന് മുകളിലുള്ളവരാണ് നമ്മളാണ് ഈ ലോക്സഭയിലേക്കുള്ളവരെ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ ലോക്സഭ അല്ലെങ്കിൽ ലോക്സഭയും രാജ്യസഭയും പ്രധാനപ്പെട്ട 2 ഭാഗങ്ങളാണ് പാർലമെന്റിന്റെ. പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഇതൊക്കെ നമ്മൾ ആദ്യം ഇപ്പോൾ ഇത് ക്ലാസ്സിന്റെ തുടക്കത്തിൽ തന്നെ മിസ് പറഞ്ഞു. അപ്പോൾ യു ഷുഡ് ഡു വൺ തിങ്. നൗ വി ഹാവ് സ്റ്റഡീഡ് അബൌട്ട് പാർലമെന്റ്, ലോക്സഭ, രാജ്യസഭ. You should do one thing. You should read the lesson, page number 239, okay, and 240. അപ്പോൾ നന്നായിട്ട് വായിക്കുക, മനസ്സിലാക്കുക. And if you have any doubt, you can clear it at the time of Google meeting.
Children, now it is time to wind up. Be good children, be safe. Okay, we can continue in the next class. Thank you.